ശരിക്കും ഒരു അധ്യാപകൻ എന്നുള്ള നിലയിലും ഒരു രക്ഷിതാവ് എന്നുള്ള നിലയിലും നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ആ കുട്ടി നേരിടുന്ന മാനസിക പ്രയാസം എന്ന് പറയുന്നത് നമുക്കൊരു വാക്കുകളിലൂടെ അറിയിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ളതല്ല. ആത്മാർത്ഥമായിട്ട് പ്രിപ്പയർ ചെയ്തൊരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ എക്സാമിനേഷന് വേണ്ടി ഒരു വർഷം കഷ്ടപ്പെട്ട് പഠിച്ചു, അല്ലെങ്കിൽ അതിൽ കൂടുതൽ കാലമായിട്ട് ആത്മാർത്ഥമായിട്ട് പഠിച്ചതിന് ശേഷം ആ പരീക്ഷ വളരെ സീരിയസ് ആയിട്ട് അഡ്രസ്സ് ചെയ്ത് ആ എക്സാം എഴുതി വന്നു. ആ എക്സാമിനേഷൻ ഒരു പ്രശ്നവുമില്ലാത്ത രൂപത്തിൽ നടത്താൻ പറ്റിയില്ല എന്ന് പറയുന്നത് ആ കുട്ടിയോട് നമ്മൾ കാണിക്കുന്ന ഒരു നീതികേടാണ്. കാരണം ഈ എക്സാം കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് NTA ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതും അത് തന്നെയായിരുന്നു. ആ എക്സാമിനേഷൻ ഏറ്റവും കുറ്റമറ്റതാക്കിയ രൂപത്തിൽ നടത്തുകയും ഒരു പ്രശ്നവുമില്ലാത്ത രൂപത്തിൽ അതിൻ്റെ റിസൾട്ട് ഡിക്ലെയർ ചെയ്യാൻ പറ്റുകയും ചെയ്യേണ്ടിയിരുന്നു. മുൻ വർഷങ്ങളിലൊക്കെ സമാനമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവുകയും അതിലൊന്നും തന്നെ ഒരു പാഠവും പഠിക്കാതെയാണ് ഈ വർഷവും എക്സാമിനേഷൻ നടത്തിയത് എന്നുള്ളത് നമ്മൾ ഓരോ കുട്ടികളോടും കാണിക്കുന്ന വഞ്ചനയായിട്ടാണ് ഒരു അധ്യാപകൻ എന്നുള്ള രൂപത്തിൽ പറയാനുള്ളത്. അതുകൊണ്ട് ഞങ്ങൾക്ക് കുട്ടികളോട് പറയാനുള്ളത്, ഇതിന് ഒരു മാനസികമായിട്ട് നിങ്ങൾക്ക് എത്രത്തോളം പ്രയാസമുണ്ടാവും എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്ന കാര്യമാണ്. അപ്പം നമ്മൾ ഈ ഒരു സാഹചര്യത്തെ ഉൾക്കൊള്ളുകയും ഇതിൽ നിന്നും നമ്മൾ അടുത്തൊരു എക്സാമിനേഷനിലേക്ക് വേണ്ടുന്ന എല്ലാ തയ്യാറെടുപ്പുകളും നടത്തണം. അതിന് വേണ്ടുന്ന എല്ലാ സാഹചര്യവും ഫ്യൂച്ചർ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിത്തരും. കാരണം ഇപ്പോൾ നിങ്ങൾ പഠിക്കേണ്ട ഒരു ഘട്ടത്തിലേക്ക് വന്നിരിക്കുകയാണ്. അതുകൊണ്ട് അതിനെ ആ രൂപത്തിൽ തന്നെ ഉൾക്കൊണ്ട് പഠിച്ചാൽ മാത്രമേ തീർച്ചയായിട്ടും അടുത്തൊരു എക്സാമിനേഷനിൽ നമുക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ കുട്ടികളോടും നമ്മൾ പറയാനുള്ളത്, നിങ്ങൾ ഇനി അങ്ങോട്ടേക്കുള്ള ഏറ്റവും വെയിറ്റേജ് കൂടിയിട്ടുള്ള ചാപ്റ്ററുകൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുകയും ആ ചാപ്റ്ററുകളെ ആദ്യത്തിൽ പഠിക്കുകയും, കാരണം അടുത്തൊരു എക്സാം എന്നാണെന്ന് നമ്മളോട് പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് തന്നെ അതിനനുസരിച്ച് നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഇന്ന് മുതൽ തന്നെ നമ്മളുടെ പ്രിപ്പറേഷൻ റീസ്റ്റാർട്ട് ചെയ്യണം. ആദ്യം മുതലുള്ള നമ്മളെ ചാപ്റ്ററുകളിലേക്ക് നമുക്ക് പോകണം. അതിനുവേണ്ടി ഫ്യൂച്ചർ പവർഡ് ബൈ ഗോകുലം നിങ്ങൾക്ക് അടുത്ത ആഴ്ച മുതൽ 15-ാം തീയതി മുതൽ തന്നെ നിങ്ങൾക്ക് മോഡൽ എക്സാമിനേഷനും ആ എക്സാമിനേഷനോടനുബന്ധിച്ച് ആ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡിസ്കഷനൊക്കെ നടത്തുന്നുണ്ട്. അതിൽ തികച്ചും സൗജന്യമായിട്ടാണ് ഇതൊക്കെ ചെയ്തു തരുന്നത്. കാരണം ഇതിനോട് നിങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കാൻ തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് എല്ലാ രൂപത്തിലും എല്ലാവിധ സപ്പോർട്ടും പാരൻസിനും കുട്ടികൾക്കും നമ്മൾ ഉറപ്പ് നൽകുകയാണ്.